നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഷീബ ദേവദാസിൻ്റെ ഈശ്വരൻ എന്ന കഥയാണ്. ഷീബ ദേവദാസ് ഇപ്പോൾ മുംബൈയിൽ കുടുംബസമേതം നല്ല സൊപ്പാറയിൽ താമസിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ഈശ്വരൻ. മൊബൈൽ ഫോണിൽ ബെല്ലടി കേട്ടപ്പോൾ ഞാനത് എടുത്തു നോക്കി. വിശ്വംഭരനാണ് വിളിക്കുന്നത്. ഈശ്വരന് വല്ല വിവരവുമുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു. പലതവണ ഞാനും വിളിച്ചു നോക്കി. ഏതോ ഒരു തമിഴ് സിനിമയിലെ തട്ടുപൊളിപ്പൻ പാട്ട് ഒന്ന് രണ്ട് വരി കേട്ടു എന്നല്ലാതെ ഈശ്വരനെ കിട്ടിയില്ല. കഴിഞ്ഞ 2 തവണ പാട്ടും കേട്ടില്ല. പകരം ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്ന അറിയിപ്പാണ് കിട്ടിയത്. ഇവനെ കൊണ്ട് തോറ്റു. തനിക്കറിയോ, അവൻ കാരണം ഇന്നലെ എനിക്കെൻ്റെ ബന്ധുവീട്ടിൽ കല്യാണം കൂടാൻ പോലും പറ്റിയില്ല. വിശ്വംഭരൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും നിരാശയും കലർന്നിരുന്നു. അയാൾ ഫോൺ കട്ട് ചെയ്തു. ഈശ്വരനെ വിളിച്ചാൽ കിട്ടാതായിട്ട് കുറച്ചേറെ ദിവസങ്ങളായി. എന്തു പറ്റിയാവോ? ഫോണിൽ എത്ര മിസ്ഡ് കോൾ കണ്ടാലും തിരിച്ചു വിളിക്കുന്ന സ്വഭാവം അയാൾക്കില്ല. ആരുടെയും നമ്പറുകൾ അയാൾ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും എത്ര തവണ വിളിച്ചാലും യാര് എന്ന ചോദ്യം അയാൾ ചോദിക്കും. പേര് പറഞ്ഞ് നാളെ വരുമോ എന്ന് ചോദിച്ചാൽ മറ്റന്നാൾ കഴിഞ്ഞ് പോതുമാ എന്ന മറുചോദ്യമായിരിക്കും കേൾക്കുന്നത്. അല്ലാതെ നാളെ വരാം എന്ന ഉത്തരമായിരിക്കില്ല അയാൾ പറയുന്നത്. വിശ്വംഭരൻ പറയുന്നത് ശരിയാണ്. ഈശ്വരനെ കൊണ്ടിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നു എന്ന് എനിക്കും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഇസ്തിരിയിടാനുള്ള തുണികൾ കുറച്ചപ്പുറത്തുള്ള അങ്ങാടിയിൽ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു പണ്ട് പതിവ്. ഒരു ദിവസം ഇസ്തിരിയിട്ട തുണികൾ നിറച്ച് ബിഗ് ഷോപ്പർ സഞ്ചി താങ്ങിപ്പിടിച്ചു വരുമ്പോൾ അയൽക്കാരി ചിന്നു ചോദിച്ചു, ഇതെന്താ അങ്കിൾ ഇത്ര വലിയ സഞ്ചിയിൽ എന്ന്. തുണികളാ മോളെ, അങ്ങാടിയിൽ നിന്ന് ഇസ്തിരി ഇടിയിച്ചു കൊണ്ടുവരികയാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്കിൾ ഇത്രേ ദൂരം ചുമന്നു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഈശ്വരനെ ഏൽപ്പിച്ചാൽ പോരെ? അവൾ ചോദിച്ചു. ഈശ്വരന് ഈ പണിയുമുണ്ടോ? ചിലപ്പോൾ ചിന്നുവിന് ആളെ തെറ്റിയതാകുമോ? ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അവൾ ഈശ്വരനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തന്നത്. ഈശ്വരൻ തമിഴനാണെന്നും അവന് ഇസ്തിരിപ്പണിയുണ്ടെന്നും അവനെ ഫോണിൽ വിളിച്ചാൽ മതിയെന്നും അവരുടെ വീട്ടിലെ തുണികളൊക്കെ അവൻ കൊണ്ടുപോയി ഇസ്തിരിയിട്ട് കൊണ്ടുവരാറുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിന്നു ഇത്ര കൂടി പറഞ്ഞു. ഇനി ഈശ്വരൻ വീട്ടിൽ വരുമ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ കൂടി ചെല്ലണമെന്ന് പറയാം. എന്നാൽ പിന്നെ ഇത്ര വലിയ സഞ്ചിയും തൂക്കി അങ്ങാടിയിലേക്കുള്ള പോക്കും വരവും അങ്കിളിന് ഒഴിവാക്കാമല്ലോ. ഈശ്വരൻ്റെ ഫോൺ നമ്പറും തന്നു. ഞാൻ ആ നമ്പർ ഫോണിൽ സേവ് ചെയ്യുമ്പോൾ മനസ്സ് വെറുതെ ഒന്ന് ചിരിച്ചു. ഈശ്വരനെ വിളിക്കാനും ഒരു നമ്പർ. ആ തോന്നലിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശ്വരൻ കോളിംഗ് എന്ന് ഫോണിൽ തെളിഞ്ഞു. എടുത്തപ്പോൾ അല്പം നേർത്ത ശബ്ദം. ആതിര ചൊല്ലിയാച്ച് അങ്ക വരണമെന്ന്. ഉങ്ക വീടെങ്ക എപ്പോൾ വരണം? ആതിര എന്നാണ് ചിന്നുവിൻ്റെ ശരിയായ പേര്. അവൾ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈശ്വരൻ വിളിക്കാൻ കാരണം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെ നിന്നാണ് ഈശ്വരൻ വിളിക്കുന്നത്? അതിന് അവൻ്റെ മറുപടി കിട്ടിയപ്പോൾ ഞാൻ ഇവിടേക്കുള്ള വഴി അവന് പറഞ്ഞു കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ ഈശ്വരൻ വീട്ടുപടിക്കൽ പ്രത്യക്ഷനായി. ഏകദേശം 35 വയസ്സ്. പ്രായം തോന്നിക്കും അയാളെ കണ്ടാൽ. കടും മഞ്ഞ നിറമുള്ള മുറിക്കയ്യൻ ഷർട്ട്, ഇടത്തോട്ട് ചുറ്റിയ ലുങ്കി, മെലിഞ്ഞ ശരീരം. അയാൾ പടി തുറന്ന് സൈക്കിൾ അകത്തേക്ക് കയറ്റി നിർത്തി. ഞാൻ തേക്കാനുള്ള വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തപ്പോൾ അയാൾ കുറച്ച് പഴയ പത്രങ്ങൾ കൂടി ആവശ്യപ്പെട്ടു. അതെല്ലാം കൂടി ഒരു പുതപ്പിൽ വാരിക്കെട്ടി സൈക്കിളിൻ്റെ പിന്നിൽ ഭദ്രമായി വെച്ച് സന്ധ്യയ്ക്ക് വാക്കലാം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. പറഞ്ഞ പ്രകാരം 6 മണിക്ക് തന്നെ തുണികളെല്ലാം ഇസ്തിരിയിട്ട ഭാണ്ഡവുമായി ഈശ്വരൻ വന്നു. തുണികൾ ഉലയാതിരിക്കാൻ ഓരോന്നിൻ്റെയും ഇടയിൽ പത്രത്താളുകൾ മടക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജോലിയിൽ നല്ല ശുഷ്കാതി ഉണ്ടല്ലോ എന്ന് എനിക്കപ്പോൾ തോന്നി. ഇന്ന തുണി വേഗം ഒലഞ്ചു പോയിടും, സ്റ്റിഫ് ഷൈൻ കമ്മി, അലക്കുമ്പോൾ കൊഞ്ചം കൂടി ഊത്തണം, അവൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അറിയിപ്പിന് സമ്മതം മൂളി. കൂലി വാങ്ങി മടങ്ങുമ്പോൾ ഇനി എന്നാണ് വരേണ്ടത് എന്ന് അയാൾ ചോദിച്ചു. ഫോണിൽ കൂപ്പിട്ടാൽ പോതും എന്നും പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തിരുമ്പി ഉണക്കിയ തുണികൾ കുന്നുകൂടി. ഞാനതൊക്കെ ഒരു കള്ളിമുണ്ടിൽ പൊതിഞ്ഞ് റെഡിയാക്കി ഈശ്വരന് ഫോൺ ചെയ്തു. പേര് പറഞ്ഞപ്പോൾ ആദ്യം അയാൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആതിരയുടെ പേര് പറഞ്ഞപ്പോഴാണ് അയാൾക്ക് ആളെ പിടികിട്ടിയത്. പിറ്റേന്ന് രാവിലെ അയാൾ വന്നു. ഞാൻ കള്ളിമുണ്ടിൽ തുണികൾ കെട്ടിവെച്ച രീതി അയാൾക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. വീണ്ടും കെട്ടു തുറന്ന് അതൊക്കെ ഓരോന്നോരോന്നായി അടുക്കി അടുക്കി കെട്ടി പഴയ പത്രങ്ങളും വാങ്ങി സൈക്കിൾ ഓടിച്ച് അയാൾ പോയി. ജോലിയോടുള്ള അയാളുടെ ആത്മാർത്ഥതയിൽ എനിക്ക് മതിപ്പ് തോന്നി. ഈശ്വരൻ
എവിടെ വെച്ചാണ് ഈ തുണികളൊക്കെ ഇസ്തിരിയിടുന്നത് എന്ന് ചോദിക്കണമെന്ന് കരുതിയതാണെങ്കിലും ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പക്ഷേ താമസിയാതെ എൻ്റെ സംശയത്തിന് ഉത്തരം കിട്ടി. ഒരു ദിവസം അമ്പലനടക്കൽ ബസ് ഇറങ്ങിയപ്പോൾ ആൽത്തറയോട് ചേർന്നിരുന്ന ഉന്തുവണ്ടിയിൽ തുണികൾ തേച്ചുകൊണ്ട് നിൽക്കുന്ന ഈശ്വരനെ ഞാൻ കണ്ടു. വണ്ടിയുടെ അടിത്തട്ടിൽ തേക്കാനുള്ള തുണികളും ആൽത്തറയിൽ തേച്ചു കഴിഞ്ഞ തുണികളും അടുക്കിയും നിരത്തിയും വെച്ചിരുന്നു അയാൾ. അതിനു പുറമെ പഴയ കൂറ്റൻ തേപ്പുപെട്ടിയിലേക്ക് ആവശ്യമായ ചിരട്ടകളും ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നാട്ടുവർത്തമാനം പറഞ്ഞും ധൃതിക്കൂട്ടിയും 5-6 ആളുകളും അയാൾക്ക് ചുറ്റും നിരന്നിരുന്നു. ഇസ്ത്രീയിട്ട തുണികൾ കയ്യോടെ വാങ്ങിക്കൊണ്ടു പോകാൻ നിൽക്കുകയാണ് അവർ. മറ്റു ചിലർ തുണിക്കെട്ടുകളുമായി അങ്ങോട്ട് വരികയും ചെയ്തിരുന്നു. പലരും അമ്പലനടയിലേക്കാണെന്നും പറഞ്ഞു വരുന്നത് ഇവിടേക്കാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഇനി അത്യാവശ്യമാണെങ്കിൽ ഇവിടെ വന്നാലും തുണികൾ തേച്ചു മേടിക്കാമല്ലോ എന്നും തോന്നി. അപ്പോഴാണ് അയാൾ പറയുന്നത് എപ്പോഴും ഇവിടെയല്ല താവളം എന്ന കാര്യം. ചിലപ്പോൾ ആതിരിയുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ കാറില്ലാത്ത രാജൻ മാഷിൻ്റെ കാർ ഷെഡിലോ ആവുമെന്ന കാര്യവും. എവിടെയാ ഈശ്വരൻ്റെ സ്വദേശം, വീട്, ഭാര്യ, കുട്ടികൾ, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈശ്വരൻ അതൊന്നും കേൾക്കാനും പറയാനും ഒട്ടും സമയമില്ലാതെ പണിത്തിരക്കായിരുന്നു അവിടെ. ഞാൻ വീട്ടിലേക്ക് നടന്നു തുടങ്ങി. ആ നടത്തത്തിനിടയിലും ഞാൻ അയാളുടെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. പാവം, എത്ര ബുദ്ധിമുട്ടിയാണ് അയാൾ പറഞ്ഞ് കാശുണ്ടാക്കുന്നത്. അയാൾക്ക് കുടുംബമുണ്ടാവില്ലേ? അയാളുടെ വരവും കാത്തിരിക്കാൻ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾക്കൊടുവിൽ മനസ്സ് പറഞ്ഞു, എന്തിനാണ് അതൊക്കെ വെറുതെ ആലോചിക്കുന്നത്? വിളിക്കുമ്പോൾ കൃത്യമായി വരുന്നു, തുണികൾ വൃത്തിയായി തേച്ചു മടക്കി തിരിച്ചു കൊണ്ടുവരുന്നു, പറ്റിക്കലില്ല, പരാതിയില്ല, കണക്കുകൾ കൃത്യം. കൊണ്ടുപോകുന്ന തുണികളെ കൊണ്ട് പെരുക്കിയിടാൻ കിട്ടുന്ന സംഖ്യയിൽ ഒരു പൈസ അധികം മേടിക്കില്ല. തികഞ്ഞ ആത്മാർത്ഥതയും. പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചുരുണ്ട നോട്ടുകൾ പോലും തിരിച്ചേൽപ്പിക്കുന്ന ആത്മാർത്ഥത. ഒരിക്കൽ തേച്ച തുണികൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. സ്വതേ ചിരിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ആ ചിരിയുടെ കാരണം അന്വേഷിച്ചു. അയാൾ കുറച്ച് വിഷമത്തോടെ പറഞ്ഞു, സാർ, 9 രൂപയ്ക്ക് കട്ടുപടിയാവാതെ സാർ. അടുത്ത മാസം മുതൽ 10 രൂപ വേണം സാർ. ഈശ്വരൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും 1 കൊല്ലത്തോളമായി കഴിഞ്ഞിരുന്നു. അന്നേ മറ്റുള്ളവരൊക്കെ 10 രൂപ തന്നെയായിരുന്നു മേടിച്ചിരുന്നത്. ഇപ്പോൾ 12 ആക്കി കാണും. അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അയാൾ ரொம்ப നന്ദി എന്നും പറഞ്ഞ് തൊഴുതുകൊണ്ട് സൈക്കിളിൽ പറന്നുപോയി. എന്തൊരു സ്പീഡ് എന്ന് ഞാനപ്പോൾ മനസ്സിൽ പറഞ്ഞു. കൂലി കൂട്ടിക്കിട്ടിയ സന്തോഷമാകുമെന്നും മനസ്സ് പറഞ്ഞു. എന്നാൽ ഈയിടെയായി ഈശ്വരൻ്റെ ചിട്ടുവട്ടങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നു. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പറഞ്ഞ ദിവസം വരില്ല. അങ്ങനെ ഈശ്വരനെ കാത്തിരിക്കുക എന്നതൊരു പതിവായി. വേണ്ടാത്ത ഓരോ ശീലങ്ങൾ ഞാൻ തന്നെ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് എനിക്ക് തോന്നി. ഈശ്വരനെ കാത്തിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കും. ഒരു കാലത്ത് മുണ്ടും കുപ്പായവും ഒക്കെ തേക്കുന്ന പതിവ് തന്നെ ഇല്ലായിരുന്നു. വിലങ്ങനെയും ഏങ്കോണിച്ചും വലിച്ചു മടക്കി വയ്ക്കും. ഇസ്ത്രിയിട്ടാൽ വസ്ത്രങ്ങളുടെ ഈട് കുറയും എന്നൊരു ധാരണയും ഉണ്ടായിരുന്നു. പിന്നെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ദിവസം ഒരു കൂട്ടുകാരൻ സമ്മാനമായി തന്ന തേപ്പ് പെട്ടിയുമായാണ് ഈ ദുശീലങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് കിട്ടിയതോടെ ഇസ്ത്രിയിടാത്ത വസ്ത്രങ്ങളണിഞ്ഞ് പുറത്തിറങ്ങാൻ വയ്യ എന്ന തോന്നലായി. അതിനിടയ്ക്ക് അല്പം നീണ്ട ഒരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ തേക്കാനുള്ള തുണികളുടെ എണ്ണം കൂടി. അത് മുഴുവനും ഇസ്ത്രിയിടാനുള്ള വിഷമം ആലോചിച്ചപ്പോഴാണ് അങ്ങാടിയിലെ തേപ്പുകടയെപ്പറ്റി അറിഞ്ഞും തുണികൾ അവിടെ കൊണ്ടുപോയി കൊടുക്കലും തുടങ്ങിയത്. പിന്നീടാണ് ഈശ്വരനെ കണ്ടുമുട്ടലും ഇപ്പോഴത് ഈ ഗതികേടിലാവുകയും ചെയ്തത്. ഈശ്വരനെ കണ്ടോ എന്ന് പലരോടും ചോദിച്ചു. അമ്പലനടയിലും കണ്ടില്ല, അരയാൽ തറയിലും കണ്ടില്ല എന്ന മറുപടിയാണ് എല്ലാവരും പറഞ്ഞത്. കണ്ണുപെയ്തൻ ഗോപി ആശാന്റെ കടയ്ക്ക് മുകളിലാണ് ഈശ്വരന്റെ വെപ്പും കുടിയുമെന്ന് വിശ്വംഭരൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഞാൻ അവിടെ പോയി തിരക്കിയപ്പോൾ 1 മാസമായി മുകളിലെ മുറി അടഞ്ഞു കിടപ്പാണെന്ന് ആരോ പറഞ്ഞു. ഇനി വേറെ രക്ഷയില്ല. സമ്മാനം കിട്ടിയ തേപ്പ് പെട്ടി പൊടി തട്ടിയെടുത്തു. അതിൻ്റെ വയർ പ്ലഗിൽ കുത്തിയപ്പോൾ ചെറിയൊരു ശബ്ദവും മിന്നലും ഉണ്ടായി. അതോടെ വീട്ടിലും കരണ്ട് പോയി. ഞാൻ ഈശ്വരൻ്റെ ആളായതുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള പഴയ തേപ്പുകാരന് എന്നോടത്ര രസം പോരായിരുന്നു. അയാളുടെ മുഖം കാണുന്നതിനേക്കാൾ നല്ലത് ഒരു പുതിയ തേപ്പ് പെട്ടി വാങ്ങി പഴയ പോലെ ഇവിടെ തന്നെ തേപ്പ് തുടങ്ങാമെന്ന് കരുതി ഞാൻ പ്രിയ ഇലക്ട്രിക്കൽ എന്ന ഷോപ്പിലേക്ക് നടന്നു. അതിനകത്ത് നിരത്തി വെച്ചിട്ടുള്ള പലവിധത്തിലും തരത്തിലുമുള്ള അയൺ ബോക്സുകളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഞാൻ അന്തം വിട്ടു നിന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്നും ചൗരസ്യയുടെ പുല്ലാങ്കുഴൽ നാദം ഒഴുകി വന്നു. ഞാൻ ഫോൺ എടുത്തു. ഭാര്യയാണ് വീട്ടിൽ നിന്നും. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഇസ്തിരിപ്പെട്ടി മേടിക്കണ്ട, ഈശ്വരൻ വന്നു, തുണികളൊക്കെ കൊണ്ടുപോയി.
മനസ്സിൽ ആഹ്ലാദവും വാക്കിൽ ഇത്തിരി ദേഷ്യവും കലർത്തി ചോദിച്ചു, അയാൾ എവിടെയായിരുന്നു ഇത്ര ദിവസം എന്നൊന്നും ചോദിക്കായിരുന്നില്ലേ? അതിനൊന്നും സമയം കിട്ടിയില്ല. അയാൾ വലിയ തിരക്കിലായിരുന്നു. തുണികൾ ഒന്ന് എണ്ണുക കൂടി ചെയ്യാതെ കെട്ടും കെട്ടി സൈക്കിളിൽ കയറി പോയി. സൈക്കിളിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ ഒരുപാട് തുണിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ശരി, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കടയുടെ പുറത്തേക്കിറങ്ങി. അവിടെ റോഡിൽ വലിയൊരാൾക്കൂട്ടം കണ്ട് ഞാൻ ആരോടോ ചോദിച്ചു, എന്തു പറ്റി? ആക്സിഡൻ്റാ? ആരാ? വല്ലതും പറ്റിയോ? അറിയില്ല, ഒരു സൈക്കിളുകാരനാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ഞാൻ തിരക്കിനിടയിലൂടെ ഊളിയിട്ട് സംഭവ സ്ഥലത്തെത്തി. അവിടെ ചോരയിൽ കുതിർന്ന കുറേ തുണിക്കെട്ടുകൾ ചിതറിക്കിടന്നിരുന്നു. എൻ്റെ ഹൃദയം അറിയാതെ ഈശ്വര എന്നൊന്ന് വിളിച്ചു. ഞാനവിടെ റോഡിൽ തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ഈശ്വര, നീ വരണ്ടായിരുന്നു എന്ന്.